ഈ വീഡിയോ കുറച്ച് ലെങ്തിയാണ്, പക്ഷേ ജർമ്മനിയിൽ വിസിറ്റ് ചെയ്യാനിരിക്കുന്ന ഒരാൾക്കാണെങ്കിൽ യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ജർമ്മനിയിലെ ട്രാവൽ ഓപ്ഷൻസ്. അവിടെയുള്ളവർ കൂടുതൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ സൈക്കിൾ, ഇലക്ട്രിക്കൽ സ്കൂട്ടറൊക്കെ കാണാം. ഇതിന് പുറകിലൊരു പ്രധാന കാരണം അവർ പ്രകൃതിയെ സ്നേഹിക്കുന്നു. പൊല്യൂഷൻ കുറയ്ക്കണമെന്നാണ് അവരുടെ ആഗ്രഹം. അയ്യോ, ഞാൻ പറയാൻ വന്ന കാര്യം മാറിപ്പോയി. അപ്പോൾ എങ്ങനെ നമുക്ക് ജർമ്മനിയിൽ ട്രാവൽ ചെയ്യാം? ജർമ്മനിയിൽ വിസിറ്റ് ചെയ്യാൻ വന്നിരിക്കുന്ന ഒരാളാണെങ്കിൽ മന്ത്ലി ടിക്കറ്റാണ് കൺവീനിയൻറ്റ്. ഏകദേശം 49 യൂറോ ആകും ഒരു മന്ത്ലി ടിക്കറ്റിന്. അത് ഡച്ച് ബാൻഡ് സൈറ്റ് വഴിയോ അല്ലെങ്കിൽ മോപ്ല എന്ന് പറയുന്ന സൈറ്റ് വഴിയോ എടുക്കാം. നെക്സ്റ്റ് ഇയർ അത് 58 യൂറോ ആവുമെന്ന് പറയുന്നു. അപ്പം അതുപയോഗിച്ച് ബസ്, ട്രെയിൻ, അതുപോലെ ചില ഫെറി ബോട്ട് സർവീസുകളും ട്രാവൽ ചെയ്യാം. അതുപോലെ പ്രാഗ്, ലക്സംബർഗ്, ആസ്ട്രിയ, അങ്ങനെ അടുത്തു കിടക്കുന്ന പല രാജ്യങ്ങളിലും പോകാം. പിന്നുള്ളൊരു ഓപ്ഷൻ 29 രൂപയുടെ വൺ ഡേ ടിക്കറ്റാണ്. 24 ഹവേഴ്സ് വാലിഡിറ്റിയാണ് ഉള്ളത്. ഞാൻ സൗത്ത് ജർമ്മനിയിലാണ് പോയത്. അവിടെ ടിക്കറ്റിന് ബയാൻ ടിക്കറ്റ് എന്നും പറയും. അതും ആ ഒരു ഡേ ഫുള്ള് നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ട്രാവൽ ചെയ്യാം. പിന്നുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നാട്ടിലെ പോലെ ടിക്കറ്റ് എടുത്ത് ട്രാവൽ ചെയ്യുന്നത്. അതിന് ഏകദേശം ഒരു 6 യൂറോ ആകും. അപ്പോൾ ഇതൊക്കെയാണ് ജർമ്മനിയിലെ ട്രാവൽ ഓപ്ഷൻസ്.